ഒപ്പിടാനുള്ള പരിപാടിയല്ല. അവിടുന്ന് പറഞ്ഞത് ഇത് ശിശാജ് പത്രം മാത്രം എഴുതിയതല്ല. മൗലിദിൽ ചെറുക്കുള്ളതും ഇല്ലാത്തതുണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു ഇതാ ഇത് പിന്മാറ്റമാണ്. നിങ്ങൾ സൽസബീൽ ഞങ്ങളെ കയ്യിൽ ഉണ്ടായിരുന്നു പറഞ്ഞു. സൽസബീലിൽ പറയുന്നത് മൗലിദിന്റെ വചനം എന്തായാലും ശിർക്കാണെന്നാണ്. നിങ്ങൾ പറയുന്നത് രണ്ടും ഇല്ലാത്തും ഉള്ളതുണ്ട് എന്നാണ്. അതൊന്ന് പറഞ്ഞു ഒപ്പിട്ടുന്നാളും തന്നില്ല. ഇനി അത് ഇനി അടുത്ത കൂടി കൽപ്പിച്ചു ബാക്കി 52 അതുകൂടി കൽപ്പിച്ചു കൊടുക്കുക. ആ പൊന്നുകൂടി മനസ്സിലാവും. കാരണം ഇതുവരെ പറഞ്ഞ വാദങ്ങളിൽ നിന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. മൗലിദിൽ ചെറുക്കുള്ളതും ചെറുക്കില്ലാത്തതും ഉണ്ട് എന്ന വാദം തന്നെ വന്നത് ഈ സംഗമത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ്. പച്ച മലയാളത്തിൽ നേരെ അത് വിപരീതമായത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു മൗലിദ് ഓടുക എന്ന പണി ചെയ്താൽ തന്നെ അത് മൗലിദ് ഇല്ലെങ്കിലൊന്നുമില്ല. മൗലിദ് എന്ന പണി ചെയ്താൽ തന്നെ മുസ്ലിക്കാവും എന്നറിയുന്നു. ഈ വല്ലപ്പുഴയിൽ ഈ വ്യവസ്ഥയ്ക്ക് വരുന്ന നിമിഷം വരെ അവർ പറഞ്ഞിരുന്നത്. അതനുസരിച്ചാണ് ഞങ്ങൾ ഈ വാദവും തയ്യാറാക്കുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞ വാദത്തിൽ നിങ്ങൾ ഉണ്ടോ ഇല്ല എന്നാണ് ഇപ്പോൾ നേരത്തെ സഖാഫി എഴുതി ഒപ്പിട്ട് തരണമെന്നതിന്റെ അർത്ഥം. അത് പുതിയൊരു പരിപാടി തന്നെയല്ല. പെട്ടെന്ന് മാറ്റം ഉണ്ടാകുമ്പോൾ എന്തായാലും ആ മാറ്റം രേഖാമൂലമായിക്കോട്ടെ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതും ഇല്ലാതെ പോയത് കഷ്ടം. അത്രയും പറഞ്ഞിട്ട് ഈ മൗസിഹായിട്ട് തിരിഞ്ഞിട്ടില്ല. തിരിയാനിട്ടല്ല സുമ്മുണ്ട് കുമുഞ്ഞും. അല്ലാഹു അതാ അവരുടെ കാതുകളും കണ്ണുകളും അടച്ചിരിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, നിഷ്പക്ഷകരായി എന്റെ സദസ്സ് വീക്ഷിക്കുന്ന മുസ്ലിമീങ്ങളെ, സത്യം ഉൾക്കൊള്ളുക. ഉമർ മൗലവിയുടെ നേതാവല്ലേ? ഈ ഉമർ മൗലവി എഴുതിയതിനെ കുറിച്ച് മുനീർ മദനി വല്ലതും പറഞ്ഞില്ല. അയാൾ വന്നിട്ട് വ്യവസ്ഥ വായിച്ചു. ഞാൻ പറയുന്നു വ്യവസ്ഥ എഴുതിയതിന് വ്യവസ്ഥ തെളിവ് പറഞ്ഞിട്ട് ആരല്ല ഞങ്ങൾ സൽസബീലാണ് ഉദ്ധരിച്ചത്. സൽസബീൽ പറയുന്നു ഏത് മൗലീദും ശിർക്കുള്ളതില്ലാത്ത അങ്ങനെ ഒരു മൗലീദ് ഇല്ലാതാ. നിങ്ങൾ പറയുന്നത് ശിർക്കുള്ളതില്ലാത്ത ഉണ്ട് പറഞ്ഞാൽ ഇല്ലാത്ത മൗലീദ് ഉണ്ട് എന്നാണ്. ശിർക്കില്ലാത്ത മൗലീദ് ഉണ്ട് നിങ്ങൾ സമ്മതിച്ചു. അതാണ് നിങ്ങൾ പത്രത്തിലേക്ക് നിങ്ങൾ കേട്ടോ. നിങ്ങൾക്കെന്താ എന്തെങ്കിലും വൈരുദ്ധ്യം പറയുകയെന്ന് പറയുന്നവരുടെ സ്വഭാവം ഒറ്റ വൈരുദ്ധ്യം കാണിക്കാം. അത് നമുക്കൊക്കെ അറിയുന്നവർക്ക് നബികോട്ടെ നബി ജനിച്ചതല്ല എല്ലാവർക്കും അറിയാം. നമ്മളെ LKG കുട്ടിക്ക് പോലും അത് റബീലവലാണ്. ഒരു മൗലവി പറയുന്നു നബി ജനിച്ചത് റബീലവലിലല്ല റമദാനിലാണ്. ഇവർ വിവരമാണല്ലോ നമുക്കൊന്ന് അളക്കുക. വലിയ വലിയ പണ്ഡിതന്മാരോട് വിവരം വാദപ്രതിവാദത്തിന് വരുന്ന ആളുകളുടെ വിവരം അനുസരിക്കാരെന്ന് പറഞ്ഞോട്ടെ. ആ ജനിച്ചതും റബീലവലിലല്ല റമദാനിലാണ്. മുഹമ്മദ് നബിയായത് റമദാനിലാണ്. അല്ലേ ആർക്കതിന്റെ അഭിപ്രായം? കണ്ടോ, നബിയായത് റമദാനിലാണ്, നബി ജനിച്ചത് റമദാനിലാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മളെ മദ്രസന്റെ മുറ്റത്ത് കൂടെ പോയി അറിവെങ്കിലും റബീലവൽ 12 ഉണ്ടാവണം. എന്നാ അപ്പുറത്തെ ഒരു പറയുന്ന റമദാനിയല്ല റബീലവലാണ്. മനസ്സിലോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ-അവ്വലിലാണ്. റബീഉൽ-അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അതൊന്ന്. മറ്റൊരു റമദാനിലാണ്. ഇതെല്ലാം കൂടിയ സമൂഹത്തിന്റെ പിന്നിൽ എങ്ങനെ ആള് നിൽക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾ നന്നായി ചിന്തിച്ചോ. നമുക്കതിന് വേറെ ലക്ഷ്യങ്ങളില്ല. അല്ലാഹുവിന്റെ ദീൻ ഈ ഭൂമിലോകത്ത് നിലനിൽക്കണം. അത് നമ്മുടെ പൂർവികർ സ്ഥാപിച്ചു എന്ന പാതയാണ്. മങ്കൂസോരിതടക്കം ഉണ്ടാക്കിയത് നമ്മുടെ മഹാന്മാരാണ് കേട്ടോ. അവരെഴുതിയ മൗലിദുകളെ തീർത്തും ആസ്വദിച്ച് കുസൃയത്തിലേക്ക് ചേർക്കുമ്പോ അവരെ അണികളായ നമ്മൾ നോക്കി നിൽക്കുകയില്ല. അതിന് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് ആ വ്യവസ്ഥയുടെയും ഈ കൂടിയ ജനങ്ങളും അറിയിക്കുന്നത് കേട്ടോ. ഒരു നിങ്ങൾ നോക്കി, ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയട്ടെ. ഇനി അത് പറയാതിരുന്നാൽ പറ്റിയില്ലല്ലോ. ഒരുപാട് വിഷയം. ഇത് 8 മണിക്കൂറത്തെ പരിപാടിയാണ്. ഒരുപാട് എന്റെ ക്രിസ്ത്യനുണ്ട്. ഇനി നമ്മൾ മുനീർ മദനിയുടെ പ്രധാനമായി പരാമർശിച്ച വിഷയങ്ങൾ തന്നെ എടുക്കാം. ഇനി ആരെങ്കിലും പ്രധാനമായി പറയാതെ പോയാൽ നിങ്ങൾ ആരെങ്കിലും അതൊരു എഴുതിട്ടെന്നാ പറയുന്നത് ഒക്കെ സാധനം നമ്മുടെ റെഡിയാണ്. റെഡിയായി ഇവിടെ വെച്ചിരിക്കുകയാണ്. സമയം ഉണ്ടാവണം എന്നുള്ളത് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. പ്രധാന പോയിന്റിലേക്ക് തന്നെ പോവാ. മൂപ്പരോട് ആഘോഷിച്ചു. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി പിന്മാറ്റം എങ്ങനെയെന്നാണ് ഞാൻ പഠിപ്പിച്ചത്. നിങ്ങൾ നോക്കി കാര്യമായി ഇവിടെ കഴിഞ്ഞ പ്രസംഗത്തിൽ ആഘോഷിച്ചത് എന്താ ആഘോഷിച്ചത്? അതുപോലെ ചില ആളുകൾക്കൊക്കെ വ്യവസ്ഥന്റെ CD എന്ന് പറഞ്ഞിട്ട് അവസാന
മുഴുവനായി ഭാഗം ഇല്ലാത്ത ചില സീഡിയും കൊടുത്തു. 8 മണിക്കൂർ കഴിഞ്ഞപ്പോ നമ്മുടെ ഫോട്ടോഗ്രാഫറെ അദ്ദേഹത്തിന്റെ മുഴുവൻ കപ്പാസിറ്റി തീർന്നു പോയിരുന്നു. ഇപ്പൊ നമ്മൾ കുറ്റം പറഞ്ഞില്ല. പക്ഷെ അതിന്റെ ശേഷം അലവി സക്കാഫിയുടെ മറുപടിയും കാര്യങ്ങളുണ്ടായി. അതൊന്നും ആ സീഡിയിലില്ല. എന്നിട്ട് ആ സീഡി ഇതിന്റെ മുഴുവൻ സീഡിയാണെന്ന് പ്രചരിപ്പിച്ച് ചില ആളുകളെ വഞ്ചിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ആ ആഘോഷം എന്നുള്ള പേരിലാണല്ലോ എല്ലാ മൗലിദും ശരിയാണെന്ന് സ്ത്രീകൾ അംഗീകരിച്ചില്ല. വലിയ കാര്യം തന്നെ. എല്ലാ മൗലിദും ശരിയാണെന്ന് എഴുതിത്തരാൻ ഇവർക്ക് കഴിയില്ല. ഭയങ്കര ആഘോഷ പ്രസംഗം അവിടുന്ന് നടത്തിയിട്ടുണ്ട്. പക്ഷെ നടത്തിയപ്പോ അവിടുന്ന് കിട്ടിയിട്ടുണ്ട് മറുപടി. നീർമതിന്റെ പ്രസംഗം കേൾക്കാൻ നമുക്ക് എന്നിട്ട് നമുക്ക് മറുപടി പറയാം. നീർമതിനെ നിന്ന് പ്രസംഗിക്കട്ടെ. അവരുടെ വീടുകളെ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊക്കെ സത്യമാണ്, ശരിയാണ് എന്ന് വിശ്വസിച്ചാണ് അവർ വാങ്ങിക്കൊണ്ടുപോയത്. ഇതുപോലുള്ള മുസ്ലിയാക്കന്മാരുടെ പ്രസംഗം കേട്ടിട്ടാണ് വാങ്ങിക്കൊണ്ടുപോയത്. എങ്കിൽ ഇപ്പോഴെങ്കിലും ശബ്ദം കേൾക്കുന്ന ഒരു പക്ഷേ സീഡ് പിന്നീട് കേൾക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ കേൾക്കുന്ന ഓരോ മനുഷ്യരും മനസ്സിലാക്കുന്ന സംഗതി ശരീരത്തിൽ ഉള്ള സംഗതികൾ ഓരോരും അംഗീകരിക്കുന്നില്ല. അവർ അംഗീകരിക്കുന്നില്ല. ഒരു പക്ഷേ ഇവിടെയുള്ള പല ആളുകളോട് വാങ്ങിക്കൊണ്ടുപോയത് അതെല്ലാം ശരിയാണെന്ന് നിലയ്ക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിൽ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മൗലികകളിൽ അതിൽ അബദ്ധങ്ങളുണ്ട്, തെറ്റാണ്, വിദഗ്ധുണ്ട്, പലരും ചുരുക്കുണ്ട്. മനസ്സിലായി പറഞ്ഞത് ഇയാളൊരു ആഘോഷന്തീനല്ലോ. സദീനയിലുള്ള മൗലികകൾ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മൗലികകളും ഇതൊക്കെ ശരിയാണ് എന്ന് നിങ്ങൾ എഴുതി തരണമെന്നാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ പറഞ്ഞു മോനെ മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ചരിത്രം എഴുതിയ ഒരു പുസ്തകത്തിന് അല്ലെങ്കിൽ ഒരു സാധനത്തിന് പറയുന്ന പേരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സിയാക്കൾ മൗലിദ് രചിക്കലുണ്ട്, കള്ളത്തരീക്കത്തുകാർ മൗലിദ് രചിക്കലുണ്ട്, മുജാഹിദുകൾ തന്നെ ഉമർ മൗലവി പോലെയുള്ള ആളുകളെ മൗലിദുമാരെ ഉണ്ടാക്കാറുണ്ട്. അതിന്റെ പുറമെ സുന്നികളുടെ മൗലിദ് എന്ന പേരിൽ പലരും അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് മുജാഹിദുകൾ തന്നെയാണ്. ഇവർക്ക് ചെല്ലാൻ പറ്റില്ലെങ്കിൽ കാശുണ്ടാക്കാൻ പറ്റുന്നുള്ള അഭിപ്രായം മുജാഹിദിനുണ്ട്. നീർമതിയുടെ ആഘോഷം കേട്ടാ തോന്നും ഇത് ഞങ്ങളിവിടെ ആഘോഷിക്കുക എന്താ പറയുക, സൽസബിയിൽ കയ്യിൽ പിടിച്ചിട്ടാണ്. എല്ലാ മൗലിദും ഓതിയവരും കാഫിറാണെന്ന് നിങ്ങൾ എഴുതിയ സൽസബിയിൽ കയ്യിൽ പിടിച്ചിട്ടാണ് പിന്നാരി എന്ന് പറഞ്ഞത്. അതേ സമയത്ത് നിങ്ങൾ ചിന്തിച്ചോ, ലോകത്തുള്ള മൗലിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന സർവവും അംഗീകരിക്കുമെന്ന് ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? ഞങ്ങളെല്ലാ സ്ഥലത്തും പറയുന്നതാണ്. കള്ളത്തെരീക്കത്തുകാർ മൗലിദ് രചിക്കാറുണ്ട്, ഉണ്ടാക്കാറുണ്ട്, മുജാഹിദുകൾ തന്നെ അവരുടെ പ്രശ്നങ്ങളിൽ അച്ചടിച്ച് വിതരണം ചെയ്യാറുണ്ട്. എന്നിട്ട് അതിലില്ലാത്ത കളവുകൾ അതിന് കൂട്ടിച്ചേർക്കലുമുണ്ട്. ഇതെല്ലാം കൂടി ശരിയാണെന്ന് വാദിക്കാൻ നിങ്ങൾ മുജാഹിദുകളല്ലല്ലോ. മുജാഹിദുകൾക്കേട് കഴിയും. നമ്മളെപ്പോ തന്നെ അതിന് പ്രതികരിച്ചു. മുനീർമകൻ ഇത് പറഞ്ഞപ്പോ അലവി സഖാഫിയര ആ സെക്കൻഡിൽ തന്നെ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. കേട്ടോളൂ മറുപടി. അവരുടെ ആഘോഷം നമുക്കൊന്ന് കാണിച്ചു തരാം. കൊടുക്കും. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറഞ്ഞിട്ടു. ആരും അതിന് സംശയിക്കണ്ട. അത് മുനീർമകനുടെയോ മൗലവിയുടെയോ അല്ലെങ്കിൽ മറ്റു മൗലന്മാരുടെയോ വിജയാഹ്ലാദമായി വിജയാഘോഷമായി അത് ഒരിക്കലും നിങ്ങൾ അവകാശപ്പെടുകയും വേണ്ട. അതേ അവസരത്തിൽ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. ഞങ്ങൾ ഇവിടെ എഴുതി തന്ന 3 മൗലിദുകൾ, ശബത്തല മൗലിദ്, മങ്കൂസ് മൗലിദ്, ബർഗി മൗലിദ്, ആ മൗലിദുകളിൽ തീർച്ചില്ല എന്നും വിദ്യാർത്ഥില്ല എന്നും സമ്മതിക്കാൻ യജ്ഞമായി നിങ്ങൾ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അതൊന്ന് പരസ്യമായി പറയണം എന്നിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം അതിൽ വാദപ്രതിവാദം ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. നിങ്ങൾ ലോകത്ത് നടക്കുന്ന ഏടുകൾ 66, 77, 99 ഏടുകളെ കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഞങ്ങളെ ആണത്തോടെ പറഞ്ഞിട്ടുള്ള മൗലിദിന്റെ കിതാബും മൗലിദുകൾ അതിനെ ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല. ഒരു വാദപ്രതിവാദത്തിൽ 100 മൗലിദുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അപ്രാമാണികമാണെന്ന് പാരപാഠം അറിയാത്തവർ ഇവിടെ ഇരിക്കുന്നവർ ആരുമില്ല. അതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഈ 3 മൗലിദുകളെ കുറിച്ച് ആദ്യം മൗലിദ് സംവാദം നടക്കട്ടെ. ശേഷത്തിൽ ഞങ്ങൾ അംഗീകരിക്കുന്ന അടുത്ത 3നെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ സംവാദത്തിൽ
അടുത്ത 3 പറയും ഇത് ഏവർക്കും എന്റെ ചെയ്യുന്ന കാര്യമാണ്. 10,000-കണക്കിന് അല്ലെങ്കിൽ വലിയ വലിയ ഇമാമുകൾ രചിച്ചിട്ടുള്ള മൗലവിന്റെ കിതാബുകൾ അതിന്റെ എല്ലാം കൂടി നീക്കി ഇവിടെ പറയണമെന്ന് പറഞ്ഞാൽ ബുദ്ധിശൂന്യതയാണ്. 100 വട്ടം ബുദ്ധിശൂന്യതയാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങളെ മുമ്പിൽ നിങ്ങൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതല്ല ഈ മൗലികളൊന്നും. അത് നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന്, മുജാഹിദിന്റെ അടിമൂർത്തി പ്രശ്നത്തിൽ നിന്ന്, മുജാഹിദിന്റെ സീറ്റ് പ്രശ്നം ഓർമ്മ സ്വകാര്യ കമ്പനികളുടെ പ്രശ്നത്തിൽ നിന്നാണ് ഇതൊരിക്കലും അത് അച്ചടിച്ചു വിടുന്നത്. അതുകൊണ്ട് അതിനുള്ള വകകളെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് സാഹചര്യത്തിൽ തിരുവനങ്ങാടി പോയി മുജാഹിദ് പ്രശ്നമുള്ളവരോടും മുജാഹിദ് പ്രവർത്തകരായ അവരോടും നിങ്ങൾ സാഹചര്യത്തിൽ പറയണമെന്ന് ോ അത് അവിടെ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. മുജാഹിദുകൾ ഏതോ സാധനം നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ മൗലിദ് കിതാബുകൾ അധികവും ഉണ്ടാക്കുന്നത് മുജാഹിദിന്റെ പ്രസ്തുകളിൽ നിന്ന്. എന്നിട്ട് ഈ മൗലിദ് കിതാബുകളിൽ അവർ ഇഷ്ടാനുസാര അനുസരണം കൂട്ടിച്ചേർത്ത് പലതും എന്നിട്ട് പുറത്തുവിട്ടു. എന്നിട്ട് സംവാദത്തിന് വ്യവസ്ഥ ചെയ്താമെന്നിട്ട് ചോദിക്കുന്നു, ഈ മൗലിദ് കിതാബുകളിലുള്ള എല്ലാ മൗലിദും ശരിയാണെന്ന് നിങ്ങൾക്ക് ബാധിച്ചുകൂടെ? നമ്മൾ പറഞ്ഞു ഞങ്ങള് സമ്മതിക്കുന്നത് ഓരോന്നോരോന്നും ഇങ്ങനെ പറഞ്ഞുതരാ. ഓരോന്നോരോന്നും ഞങ്ങൾ വ്യക്തമാക്കി തരാം. ഇന്ന് ഞങ്ങളുടെ നാടുകളിൽ ഓടുന്ന മൗലിദുകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഓരോന്നോരോന്നും ചർച്ച ചെയ്യാം. സമ്മതിച്ചില്ല, കഴിയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന് അതിന്റെ നയം വ്യക്തമാക്കാൻ പോലും കഴിഞ്ഞില്ല. നോക്കൂ നിങ്ങൾ, ആ വിഷയം നമ്മൾ ഒന്നുകൂടി വിശദീകരിക്കുന്നു. ആ വ്യവസ്ഥയിൽ നിന്ന് തന്നെ അവിടെ തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് പുറത്ത് സ്റ്റേജ് കെട്ടി വെറുതെ പറയുന്നതല്ല. മൗലിദിന്റെ കിതാബുകൾ അതിനെക്കുറിച്ച് സുന്നി പ്രസ്ഥാനത്തിന്റെ നയമുണ്ട് എന്ന് വളരെ കേവലമെന്ന് തന്നെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വ്യവസ്ഥയിലുള്ള മറ്റൊരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും പല സ്ഥലങ്ങളിലും നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ രക്ഷപ്പെടുകയില്ല, ഒരിക്കലും രക്ഷപ്പെടുകയില്ല. ആ ജാതി ഭരണത്താണ് നിർത്തിയാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അലവി സമാധിയായാൽ ഞങ്ങൾ ആരാണ് ഏത് കന്നഡ പ്രസംഗം നടത്തുമ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട്, ഏതെങ്കിലും ഏടുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെഫീനിൽ ഉള്ളതെല്ലാം അംഗീകരിക്കുമെന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു സദസ്സിൽ ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. എന്നാലും നിങ്ങൾ വിജയാഘോഷിക്കുന്ന അർത്ഥമോ ഒരൊറ്റ സദസ്സ് ചൂണ്ടിക്കാണിക്കുന്നത് ഏത് ഷെഫീനിലുള്ള മുഴുവനും ഞങ്ങൾ അംഗീകരിക്കുന്നു. അല്ലെങ്കിൽ ഷെഫീനിലെ അടിച്ചുകൊണ്ടൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. എവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്? ഏത് പുസ്തകത്തിലാണ് പറഞ്ഞത്? ആ ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങൾ വിജയാഘോഷിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ പണ്ഡിതന്മാർ ഞങ്ങളുടെ സാധാരണക്കാരായ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓടാൻ പറ്റുന്ന മങ്കൂസ് മൗലിദ്, സർറഫല്ലന മൗലിദ്, ബദർ മൗലിദ്, മുഹീദ്ദീൻ മൗലിദ്, റിഫായി മൗലിദ്, ബർഗണ്ടി മൗലിദ് തുടങ്ങി സാധാരണ നമ്മുടെ നാടുകളിൽ ചെല്ലുന്ന മൗലിദുകളുണ്ട്. അത് പള്ളിയിൽ വെച്ച് ഉസ്താദുമാർ ചൊല്ലിക്കൊടുക്കാറുണ്ട്, ചൊല്ലാറുണ്ട്, ജനങ്ങളത് ഏറ്റുചൊല്ലാറുണ്ട്. അല്ലാതെ ഇതിലുള്ളതെല്ലാം കൂടി എപ്പോഴും ഇങ്ങനെ ചൊല്ലി നടക്കുക അല്ലെങ്കിൽ എല്ലാം അംഗീകരിക്കുക, ഇതാണ് ഇതിന്റെ അർത്ഥം. നിങ്ങളിങ്ങനെ ഓരോ സമയത്ത് മൗലിദ് കിതാബുകളിൽ നിങ്ങളുടെ പ്രസ്തുകളിൽ നിന്ന് അടിച്ചുവിടുക, ഇത് നമ്മുടെ പേരിലിടുക, അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇതാണ് ഞങ്ങൾ അവിടെ പറഞ്ഞത്. അത് അവിടെ മാത്രമല്ല, മുമ്പ് വ്യവസ്ഥയ്ക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട അലവി സഖാഫി ഇവിടെ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടെ പ്രസംഗിച്ച കേസിട്ട് നിങ്ങൾ വാങ്ങി നോക്ക്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നാദാപുരത്തേക്ക് പേരോടുസ്ഥാനം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വളരെ വ്യക്തമായി പറഞ്ഞ വിഷയത്തിലാണോ മുജാഹിദ് പ്രവർത്തകര് മുനീർ മദനി നിങ്ങൾക്കത് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞുകൂടെ? ഇനി നിങ്ങൾ നോക്ക്. പിന്നെ കാര്യമായി പറഞ്ഞ വിഷയം എന്താണ്? ഐക്യവേദിയുടെ പ്രവർത്തകർ ഒരു സബീന കൊണ്ടുവന്നു വ്യവസ്ഥക്കിടയിൽ. എന്നിട്ട് അതിൽ നിന്ന് ചില മൗലിദിന്റെ പേരുകൾ വായിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇതിൽ വാദപ്രതിവാദമായിക്കൂടെ? അപ്പോ അലവി സഖാഫി അടക്കമുള്ള സുന്നി പണ്ഡിതന്മാർ പറഞ്ഞു, അതിന് ഞങ്ങളില്ല, അതിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞു എന്ന് മുനീർ മദനി ഇവിടെ ആഘോഷിക്കുന്നത് കണ്ടു. ഞാൻ ചോദിക്കുന്നു, അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, ഞങ്ങൾ പറഞ്ഞത് ഇതാ, നമുക്ക് ഓരോന്നോരോന്ന് ചർച്ച ചെയ്യാം. 5 മൗലൂദുകൾ അല്ല 7 മൗലൂദുകൾ വരെ ഞങ്ങൾ പറഞ്ഞു. ഈ മൗലൂദുകൾ ചർച്ച ചെയ്യട്ടെ, ഇത് വരട്ടെ ചർച്ചയിൽ, എന്നിട്ട് ബാക്കിയുള്ളത് ചർച്ച ചെയ്യാം. ഐക്യവേദിയുടെ പ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങൾ വായിച്ച ആ കിതാബ് അതിൽ മുജാഹിദുകളുടെ പ്രശ്നത്തിൽ നിന്നും അല്ലാതെ എഴുതിവിട്ടതാവാൻ
സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പരിശോധിച്ചിട്ട് ഞങ്ങൾ പറയാം. അല്ലാതെ ഒരു കാലത്തും അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അതിന് വാദപ്രതിവാദത്തിനില്ല എന്നോ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഓതുന്ന ഈ മൗലൂദുകൾ നിങ്ങൾ പറയുന്നു, ബാക്കി നിങ്ങൾ പറഞ്ഞ വിഷയം അത് ഞങ്ങൾ പരിശോധിച്ചതിന് ശേഷം പറയാമെന്നാണ് മറുപടി പറഞ്ഞത്. അത് അട്ടിമറിച്ചതാണ്. ആ ഭാഗം ഞാൻ തന്നെ കാണിക്കുന്നു. ഐക്യവേദിയുടെ പ്രവർത്തകർ ചോദിക്കുന്നതും അതിന് ബഹുമാനപ്പെട്ട അലവി തക്കാശി നൽകിയ മറുപടിയും നിങ്ങൾക്ക് കാണാം. 54 കൊടുത്തു. അപ്പൊ മനസ്സിലാകും എന്താണ് അതിന്റെ സത്യാവസ്ഥ. മുന്നിൽ മതമെന്ന് ആഘോഷിച്ചത് കൊണ്ട് കാര്യമില്ല. ഇത് പഴയ കാലമല്ലോ. രേഖപ്പെടുത്തപ്പെടില്ലേ പറയപ്പെടുന്നത്? ഞങ്ങളതേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ വായിച്ച മൗലിദിന്റെ കിതാബുകൾ, പേരുകൾ അതിലുള്ളത് ഒന്ന് നോക്കട്ടെ, പരിശോധിക്കട്ടെ. എന്നിട്ട് വല്ല അച്ചടിപ്പശവുമുണ്ടോ തെറ്റുണ്ടോ എന്ന് നോക്കി ഞങ്ങൾ അതിനെ കുറിച്ച് പറയാം. ഇപ്പോൾ ഞങ്ങൾ 5 പറയുന്നു. എന്നാണ് പറഞ്ഞത്? കേട്ടോളൂ. ആരംഗം എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്കറിയാത്തത് കൊണ്ട് പരിശോധിച്ച ശേഷം അല്ലാതെ പറയാൻ കഴിയില്ല. തീർച്ചയായും പാടില്ല, ഒരിക്കലും തീർച്ചയായും പാടില്ല. കാരണം അതിൽ നമ്മൾ പറഞ്ഞ മൗലിദുകളുണ്ടല്ലോ, വളരെ വ്യക്തിപരമായ അല്ല, അതിന് പറഞ്ഞു ഞങ്ങൾ പറയുന്നു വായിച്ച സാധനം തെറ്റാണോ ശരിയാണോ പറഞ്ഞത്. ആ പറഞ്ഞ മൗലിക തീർച്ചയാൻ പാടില്ല. മൗലികകൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഉദ്ധരിച്ചിട്ടുള്ള മൗലികകൾ പൂർണ്ണമായും ശരിയാണ്. അല്ലാത്ത മൗലികകൾ നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കാനുള്ളതോ ഓടാനുള്ളതോ അല്ല. അത് പരിശോധിച്ചതിന് ശേഷമേ അതിൽ വല്ലതും കടത്തി കൂട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. മറ്റൊന്ന് വല്യമ്മ ഓടിയതാണെന്ന് പറഞ്ഞു, വല്യമ്മത്തിലുള്ള മുഴുവനും കൂടി ഓടിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയുന്നില്ല. മനസ്സിലായോ? കാരണം ഉദാഹരണം പറയാം, മമ്മൂസ് അതിനുള്ള ഒരു മൗലികാണ് യായ മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ ഇവർ തന്നെ കടത്തി കൂട്ടിയിട്ടുണ്ട്. ബദർ ദിവസം 12,000 ആളുകൾ തോറ്റോടി. അത് നുണയാണ്. ഇനി 40-41 കൂടി കൽപ്പിച്ചു കൊടുക്കുക. ആ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. മൗലിദിന്റെ കിതാബ് കൊടുന്ന് ഇതിന്റെ നിയമം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉസ്താദിന് സ്ഥിരീകരിച്ചു കൊടുത്തു. ഇവിടെ ഒരു മൗലിദിന്റെ കിതാബിൽ എല്ലാ മൗലിദും കൂടി എല്ലാവരും എപ്പോഴും ഓതലില്ല. ഞങ്ങൾ സാധാരണ ഓതുന്ന മൗലിദുകൾ ഇതാണ്. അപ്പുറത്തുള്ളത് അതിനുള്ളത് നമുക്ക് പരിശോധിച്ചിട്ട് പറയാം എന്നാണ് പറഞ്ഞത്. അതിലില്ല എന്നല്ല, അത് നിങ്ങൾ മാറ്റിത്തിരുത്തിയതാണ്. ആരാണ് നിങ്ങളോട് പറഞ്ഞത്? ശേഷം സ്ഥിരീകരിക്കുന്നുണ്ട്. വരട്ടെ. ഇനി 40-ാമത്തെ കൽപ്പിച്ചു പറയാൻ പറ്റുള്ളൂ. വല്യമാനെ കുറ്റപ്പെടുത്തുന്നില്ല. വല്യമ്മ നല്ല സുന്ദരക്കാരിയായി തുല്യമാണെന്ന് ഉറപ്പാക്കാണ് മൗലിദ് ഓടുന്നവരാണല്ലോ. അത് ചുരുക്കുക്കുള്ളവരുടെ അപ്പുറത്തുള്ളവർ പറയുന്നത്. അതുകൊണ്ട് വല്യമാനെ കുറ്റ പറയേണ്ടതില്ല, വല്യമോച മൗലിദിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. അതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ നമുക്ക് വാദപ്രതിവാദം ചെയ്യണമെങ്കിൽ അതിൽ നമ്മൾ അംഗീകരിക്കുന്ന എണ്ണി പറഞ്ഞ മൗലിദുണ്ടല്ലോ, തുല്യ വ്യവസ്ഥീയ മൗലിക കിതാബാണ്. ഇതിനുള്ളത് പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിക്കുന്നു. വാദപ്രതിവാദം ചെയ്യാം. ഇതിനുള്ള മൗലികമാണ് വ്യതിയാണ്, ഞങ്ങൾ വ്യതിയാണ്. പിന്നെ അതിൽ വേറെ പല മൗലികമുണ്ട്. അതിലാതൊക്കെയാണ് കണക്ക് കൂട്ടിയുള്ളത് പരിശോധിച്ച ശേഷമേ വിധി എടുക്കാവൂ. അതാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇവിടെ 155 വക മൗലിദിന് 12 നമ്മുടെ സുഹൃത്തുക്കളെ അതിനെക്കുറിച്ച് തന്നെ ഒരു നിജസ്ഥിതി പറയാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ അപ്പൊ എന്താ പറഞ്ഞത്? ഈ വാദമാണ് ഇയാൾ പുറത്തു വന്നിട്ട് പറയുന്നത്. നിജസ്ഥിതി പറയാൻ സാധിച്ചിട്ടില്ല. നിജസ്ഥിതിയാ പറഞ്ഞത്. ഞങ്ങൾ ഞങ്ങളുടെ മൗലിദ് കിതാബുകളിൽ നിന്ന് സാധാരണ ഓടുന്ന മൗലിദുകൾ എണ്ണിക്കൊടുത്തു. ഈ മൗലിദുകൾക്ക് പുറമേയും അതിൽ ചില വചനങ്ങളും ചില മൗലിദുകളുമുണ്ട്. അതിനെക്കുറിച്ച് പരിശോധിച്ചിട്ട് പറയാം. ഇതാണ് ഞങ്ങളുടെ നയമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നത് നിഷേധിക്കുക. ഇനി അടുത്ത കൂടി വരട്ടെ. അപ്പം കൂടി വ്യക്തമാവും. 41 കൊടുക്കും. ചോദിക്കുന്നത് എന്റെ വല്യമ്മ കൊടുക്കലാണ്. ഇതിപ്പോ അന്വേഷിക്കുന്നതോ തെറ്റാണോ പേളാണോ നേരത്തെ ചോദിച്ചതാ. ഇതിപ്പോ മുസ്ലിം വീടായി പറയേണ്ടതില്ല. ഞങ്ങൾ പറഞ്ഞു അതിന് തകരാറുകൾ ഇല്ലാത്ത സഹയായി പ്രതിനിധിക്കപ്പെടുന്നതാണ്. ഇതല്ലാത്ത മൗലികകൾ അതിനുള്ളതിൽ ചിന്തകളുണ്ടോ തെറ്റുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം പറയാവൂ എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതിപ്പോ മുന്നോട്ട് മാറാനായിട്ട് കൊണ്ടുവരേണ്ടതില്ല. ഉറപ്പുള്ള അംശം നമ്മൾ പറഞ്ഞല്ലോ. 2 മുന്നോട്ട് നടക്കില്ലാത്തത്.
ഐക്യവേദത്തിൽ തോന്നിയിട്ടല്ലോ ഒരു സംശയമില്ലാത്ത എല്ലാവർക്കും സുഖമായ സംഘടനം അത് നമുക്ക് വാദപ്രതിവാദമായി നടക്കട്ടെ. എന്നിട്ട് പിന്നീട് മൗലികൾ പോലുണ്ടല്ലോ പരിശോധിച്ചിട്ട് തയ്യാറില്ലാത്ത പറഞ്ഞു ഞങ്ങളുടെ കാലത്ത് ഇന്ത്യയെ പറ്റും എന്ന് ഞങ്ങൾ ഉറപ്പിടുകയോ അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുന്നത് അതിനെക്കുറിച്ച് കാലത്ത് ഇന്ന് സമയം ഇപ്പോൾ 4:30 മണിക്ക് തുടങ്ങിയത് 12:30 മണിക്ക് നിൽക്കൂ. അതുകൊണ്ട് ഐക്യവേദി തോന്നിച്ച 5 മൗലികൾ ആ 5 മൗലികൾ കുറിച്ചിരുന്ന് ചർച്ചയിലെയും സംവാദത്തിലെയും വരണമെന്നാണ് മുജാഹിദീൻ ഭാഗത്തോട് വളരെ നിമിതമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. നോക്കുന്നുണ്ട്. അപ്പോ ഇത് അവിടെ തന്നെ നമ്മൾ ശക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇത് എല്ലാ മൗലിദിന്റെ കിതാബുകളിലുള്ള എല്ലാ മൗലിദും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിന്റെ പകരം ഞങ്ങൾ സാധാരണ ഓടി വരുന്ന മൗലിദുകളിൽ ഒരു തർക്കവുമില്ല. ഇനിയും മറ്റു ചില മൗലിദുകളുണ്ടെങ്കിൽ അതിൽ മുജാഹിദുകൾ കടത്തിക്കൂട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് പറയാം. ഈ നയമാണ് നിങ്ങൾ സ്വീകരിച്ചത്. പിന്നെ പറയുന്ന എന്താ പറയുക മുജാഹിദ്? അപ്പോ മുനീർ മദനി പറയുന്നു, അപ്പൊ കണ്ടില്ലേ എന്ത് വീടുകളിലുള്ള മൗലിദ് കിതാബുകളിൽ ചിലതൊക്കെയും തെറ്റുണ്ട് എന്ന് സമ്മതിച്ചതുകൊണ്ട് ഇനി മൗലിദിന്റെ കിതാബുകളിലൊന്നും ഒറ്റ സാധനവും വീട്ടിൽ വെക്കാൻ പാടില്ല എന്നാണ് പുതിയ കണ്ടുപിടുത്തം. എന്നാ പിന്നെ മുജാഹിദുകള് അവരുടെ വീടുകളിൽ ഒരൊറ്റ സ്ഥലത്തും ബുഖാരി പോലും വെക്കാൻ പറ്റില്ല. കാരണം എന്താ? ബുഖാരി സത്യസമ്പൂർണ്ണമല്ലാന്നാണ് അവർ പറയുന്നത്. മൗലിദ് കിതാബ് അവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് വരുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയെ കുറിച്ച് മുജാഹിദ് പറയുന്നത് അതിനുള്ള സത്യസമ്പൂർണ്ണമല്ലാന്നാണ്. ഞാൻ ചോദിക്കുന്നു, മുനീർ മദനി നിങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനം അത് ചിലപ്പോൾ സ്കൂളേക്കാർ അതിൽ ബുഖാരി ഉണ്ടാവില്ല. ഞാൻ വെല്ലുവിളിച്ച് കൊടുക്കില്ല. കാരണം അത് സ്കൂൾ മാസ്റ്റർമാരാണല്ലോ. പോകട്ടെ, നിങ്ങളെ വലിയ വലിയ കോളേജ് ഉണ്ടല്ലോ, ജാമിയ നബിയെ പോലെയുള്ള കോളേജ്. ഈ കോളേജിൽ ബുഖാരി കൊണ്ടുവെക്കാറില്ലേ? നിങ്ങൾ ബുഖാരി വാങ്ങാറില്ലേ? ബുഖാരിയെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താണ്? ബുഖാരിയിലുള്ളത് മുഴുവൻ സമ്പൂർണ്ണമാണെന്ന് വാദമില്ല. നിങ്ങൾ മൗലിദ് പിന്നെ പറയാ, മൗലിദിനെ കുറിച്ച് നിങ്ങൾ പറയാ. അതിന് ബുഖാരിയെ കുറിച്ച് പറയുന്നത് നിങ്ങൾ മുക്കൽക്ക് ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ ഇമാം ബുഖാരി മഅ്സൂമാണെന്നോ ആ 2 ഘട്ടക്കുള്ളിലുള്ളത് എല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ബുഖാരി മഅ്സൂമായ ആളൊന്നല്ല. അദ്ദേഹം ധരിച്ച സഹീഹ് ബുഖാരിയുടെ 2 ഘട്ടക്കുള്ളിലുള്ള മുഴുവൻ സത്യസമ്പൂർണ്ണമാണെന്നോ ആരും ഇവിടെ വാദിക്കുന്നില്ല. ആർക്കൊന്ന് പറയണ്ട, ഞമ്മക്ക് വാദം കിട്ടോ? അവർക്കില്ലാന്നാണ് പറഞ്ഞത്. അഹ്ലുസുന്നത്തുവൽ വിശ്വസിക്കുന്നത് സഹീഹുൽ ബുഖാരിയുടെ 2 ഘട്ടക്കുള്ളിലുള്ളത് മുഴുവൻ സമ്പൂർണ്ണ സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മുജാഹിദ് പറയുന്നു അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് 2 ഘട്ടങ്ങൾക്കിടയിലുള്ളത് മുഴുവൻ സത്യസമ്പൂർണ്ണമാണെന്ന് ഞങ്ങൾക്ക് വാദമില്ല എന്ന് പറഞ്ഞാൽ സഹീഹുൽ ബുഖാരിയിൽ പോലും തെറ്റുണ്ട് എന്നല്ലേ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ബുഖാരി നിങ്ങളെ വിട്ടു നോക്കാറില്ലേ? ഇത് മൗലിദ് കിതാബിനെ കുറിച്ച് ചോദിക്കാം. ബുഖാരി എടുത്തു വെച്ചാദ്യം നിങ്ങളെ വാദം തെറ്റ് ബുഖാരിയിൽ തെറ്റുണ്ടെന്നാ പറഞ്ഞത്. ബുഖാരിയിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങളെ ബുഖാരി മുഴുവൻ എടുത്തു വെക്കണം. എന്നിട്ട് പറയാം ഞങ്ങളോട് മൗലിദ് കിതാബ് എടുത്തു വെക്കാൻ. ഞങ്ങൾ മൗലിദ് കിതാബിൽ നിന്ന് ഏതൊക്കെ ചെല്ലണം ഞങ്ങൾ കൃത്യമായി അവർക്ക് എണ്ണിക്കൊടുത്തു. അതല്ലേ രസം. ഈ എല്ലാ മൗലൂദും എന്ന് പറഞ്ഞപ്പോ ഉടനെ പറഞ്ഞു ആവാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഘട്ടമായി പിടിച്ചോളൂ. വ്യക്തമായി നിശ്ചയം കൊടുത്തു. ഒന്ന് മങ്കൂസ് മൗലിദ്. ഇവിടെ മുനീർ മദനി വന്നിട്ട് സമയം ഒരുപാട് ചെലവഴിച്ചത് മങ്കൂസ് മൗലിദിനെ കുറിച്ച് പറയാനാ. ഇതല്ലേ കാര്യമായി വിശദീകരിച്ചത് മുനീർ മദനി അല്ലേ? എന്നിട്ട് പറഞ്ഞു ഏതോ ഒരു മുസ്ലിയാരെ നബിയേ എന്ന് പറഞ്ഞ് ഈ വരിക്ക് അർത്ഥം പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി നാഥ, അങ്ങയോട് അവരാതി ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനെ പോലെ ആക്കിയില്ലേ നബിയെ? ഇത് നാഥാന്ന് വിളിച്ചപ്പോ ഇയാള് റേഷൻ കാർഡ് പോലും കാണാത്ത ചെല്ലാതി അല്ലേ? കുടുംബനാഥൻ. ഇതിപ്പോ ഒരു എന്റെ നാഥാന്ന് വിളിച്ചപ്പോഴേക്ക് അല്ല ആക്കിയതാണ്. നാഥാർന്നല്ലേ കുടുംബനാഥൻ പറഞ്ഞ ഏറ്റവും വലിയ അമ്പലക്കാരൻ. സക്കരിയാസലായി ആണ് ഈ വേറെ വിളിച്ച.
അപ്പൊ ആ ഒരു പൊട്ടത്തരൊന്നും പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വൃത്തത്തെപ്പറ്റി ചൊല്ലുമ്പോ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥമുണ്ട്. അത് ഞങ്ങളാ പറയേണ്ടത്. അത് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാ ഞങ്ങൾ ചൊല്ലുന്നു എന്ന് ഞങ്ങൾ അയച്ചുകൊണ്ടെന്ന് പറയുന്ന മഞ്ജൂസ് മോദി. നിങ്ങൾ പറയുന്ന സർവ്വ പ്രശ്നങ്ങളിലുണ്ട്. ഇതല്ലേ നിങ്ങളെ വാദം? അല്ലേ? രണ്ട് പിടിച്ച സർവസല്ലരാമൗലിദ് അബ്ദുക്കൽ അതിലല്ലേ പിടിച്ചോ. പിന്നെ പറഞ്ഞു ബദർ മൗലിദ് സത്യമായ ഇസ്തിഹാസ. പിന്നെ ഒരു സാഹിബ് മുഹിയുദ്ദീൻ മൗലിദ് ബർസംഗി മൗലിദ് മുന്നിൽ വെച്ചുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇതാ ആദ്യഘട്ടം ചർച്ച നടക്കുമ്പോൾ ഈ അഞ്ചെണ്ണം നടക്കട്ടെ, ഞങ്ങൾ മാറൂല, ഞങ്ങൾ ആൺകുട്ടികളായി ഇവിടെ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ 5 കഴിഞ്ഞ് അടുത്ത ആഴ്ച വേറെ 5, അടുത്ത ആഴ്ച വേറെ 5, അങ്ങനെ പോവാനോ നമുക്ക്. എന്തിനാ പേടിക്കുന്നത്? നമുക്ക് ചർച്ച എന്ന് പറയുന്നു. മൗലിക കിതാബ് ആദ്യം മുന്നിലോടെ വെക്കുക. ഏത് പക നിങ്ങൾ എടുത്തുകൊണ്ട് എന്നിട്ട് മുന്നിലോടെ വെച്ചിട്ട് ഇയാൾ പറയും എല്ലാം കൂടി ഒറ്റ ചർച്ച. അതെന്ത് ചർച്ചയാണിത്? ഒരു കുട്ടി ജനിക്കുമ്പോഴേക്ക് ആ കുട്ടിക്ക് ബിരിയാണി ഘട്ടം ഘട്ടമായിട്ടോ ഏറ്റവും വലിയ പ്രശ്നമുള്ള മഞ്ജൂസുകാരികൾക്ക് ഇല്ല. വല്ലപ്പുഴയിൽ മുജാഹിദിന്റെ മുഴുവൻ നേതാറും അവിടെ രണ്ടാമത് തകർന്നടിഞ്ഞു. അത് ലോകമറിയണം. മങ്കൂസ് മൗലിദ് സംവാദത്തിലുണ്ടോ ചോദിച്ചിട്ട് ഞങ്ങളില്ല. ചിന്തിക്കാൻ നിങ്ങൾ. പിന്നെ എന്ത് വാദമാണോ നിങ്ങൾക്കുള്ളത്? സർവസലനാമോദിത് എന്തേ തയ്യാറാകാത്തത്? നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഞങ്ങൾ ചോദിച്ചു ഈ 5 മൗലൂദുകൾ അത് ആദ്യം ചെയ്യുക. അടുത്ത ആഴ്ച ബർസംഗി മൗലിദെടുത്തോ, സിദ്ദീഖ് മൗലിദെടുത്തോ, ഏതെടുത്താ ഞങ്ങൾ പരിശോധിച്ചിട്ട് പറയാനാ പറഞ്ഞത്. 5 മൗലൂദില്ലാതെ സമ്മതിച്ചതോടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടപ്പൂരി. അത് തിരിഞ്ഞു ആർക്ക്? നമ്മൾ ഐക്യവേദിയുടെ സുഹൃത്തുക്കൾക്ക് തിരിഞ്ഞു. അതുകൊണ്ടാണ് സിദ്ദീഖ് സാഹിബ് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങളുടെ നാടുകളിൽ സാധാരണ നടക്കുന്ന മൗലിദാണ് ഇവിടെ വിഷയം. അതേതാ? അത് എല്ലാ മൗലിദും കൂടെ എല്ലാവരും ഓരോ നിങ്ങൾക്ക് അറിയാം. മങ്കൂസ് മൗലിദ് വല്ലപ്പോഴും ഉണ്ടാവാറില്ലേ? ഉണ്ട്. സർവസല്ലമില്ലേ? ഉണ്ട്. ബദർ മൗലിദ് ഓടാറില്ലേ? ഉണ്ട്. മുഹിയുദ്ദീൻ മൗലിദില്ലേ? ഉണ്ട്. ഇസായി മൗലിദില്ലേ? ഉണ്ട്. ഇതിന് മാത്രം ഒരു സംവാദം നടത്തട്ടെ. പിന്നെ വേറെ അങ്ങനെ പോട്ടെ. ഇയാൾ പറഞ്ഞു അതിന് മാത്രമില്ല, എല്ലാം എഴുതണം. എല്ലാം ഞങ്ങൾക്ക് വാദം ഉണ്ടെങ്കിലല്ലേ എഴുതുക. അങ്ങനെ വാദം ഉണ്ടെങ്കിലെങ്കിലും എഴുതുക. പെട്രോളിൽ ഐക്യവേദിയുടെ പ്രവർത്തകർ തന്നെ 5 മൗലൂദിന്റെ പേര് നമ്മളോട് പറയാൻ ആവശ്യപ്പെടുന്നു. നമ്മൾ പറയുന്നു അതിനുണ്ടോ എന്ന് ചോദിക്കുന്നു. മൗലവിമാർ ഒഴിഞ്ഞു മാറുന്നു. മുനീർ മദനി പൗതി തപ്പിവെച്ചിട്ട് നിങ്ങളിവിടെ ജനങ്ങളെ കബളിപ്പിച്ചാൽ ഞങ്ങളിത് വിശദീകരിക്കുക മനസ്സിലാക്കിയത് അല്ലേ? ഐക്യവേദിയുടെ പ്രവർത്തകര് മൗലൂദിന്റെ കിതാബ് കൊണ്ടുവന്ന് അലവി സഖാഫിയോട് ചോദിച്ചപ്പോൾ അലവി സഖാഫി സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു പോയാൽ അത് വിശദീകരിക്കലാണ് കരുതിയത്. അലവി സഖാഫിയോട് മാത്രമല്ല നിങ്ങളോട് വിവേചിച്ചിട്ടുണ്ട്. രണ്ടാമത് ആദ്യം ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ ഉത്തരം പറഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞു ഈ മൗലിദിന്റെ കിതാബിൽ ധാരാളം മൗലിദുണ്ട്, അത് 5 മൗലിദ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാം. ബാക്കി തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. തെറ്റുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കട്ടെ. എന്നിട്ട് ഞങ്ങൾ അതിനും തയ്യാറാണ്. ഓരോന്ന് നടക്കട്ടെ. 5 എന്ന രൂപത്തിൽ ഇങ്ങനെ ഘട്ടം ഘട്ടമായി പോകട്ടെ എന്ന് പറഞ്ഞപ്പോ അവർക്ക് വേറെ കുരുട്ടുബുദ്ധി ഇല്ലാത്തത് കൊണ്ട് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഐക്യവേദിയുടെ പ്രവർത്തകർ തന്നെ പിന്നെ ഈ 5 മൗലിദ് അതിൽ നിന്ന് അവർ മടങ്ങി. ഏതിൽ നിന്ന്? ഈ മൗലിദെല്ലാം കൂടി ഒറ്റ സംവാദത്തിൽ നടപ്പിലാക്കുക എന്ന ആശയത്തിൽ നിന്ന് മാറിയിട്ട് ഇതാ ഈ 5 മൗലിദ് ആദ്യം ചർച്ച ചെയ്യുക എന്ന പോയിന്റിലേക്ക് എത്തിയതിന്റെ തെളിവാണ്. നിങ്ങൾ കണ്ടോളൂ. അതാ ഐക്യവേദിയുടെ പ്രവർത്തകൻ തന്നെ മുജാഹിദുകളോട് ചോദിക്കുന്നു, നിങ്ങൾക്കതിന് ശ്രദ്ധിക്കാം. ഹലോ ഒരു മിനിറ്റ് അതിന് വായിച്ച മൗലവികളോട് വായിക്കണം. ഏതൊക്കെ മൗലവികൾ വായിക്കണം?
ഒന്ന് ഇതിന് മറുപടി പറയുന്നത്, ഒന്ന് ശറഫലന മൗലിദ്, മറ്റൊന്ന് മങ്കൂസ് മൗലിദ്, ബദർ മൗലിദ്, വഹ്യത്തുൽ മൗലിദ്, ഇഷാറി മൗലിദ്. ഇവിടെ 5 മൗലിദുകളാണ് സുന്നി വിഭാഗം അംഗീകരിച്ചിട്ടുള്ളത്. അംഗീകരിച്ചിട്ടുള്ളത് നല്ലൊരു ചോദ്യം, ഐക്യവേദികൾ ചോദ്യം മുജാഹിദ് പക്ഷത്തോട് ഈ 5 മൗലിദുകളെ ആസ്പദമാക്കി നിങ്ങൾക്ക് സംവാദത്തിനും തയ്യാറാണോ? നിങ്ങൾ ഈ അവിടെ വിശദീകരണത്തിൽ ആളോ അല്ല, ഇതൊന്നും അല്ലാതെ വിശദീകരണമില്ല. ഈ 5 മൗലിദുകൾ അടക്കമുള്ള മുഴുവൻ മൗലിദുകളും വിശ്വാസികളാകുന്നു. അത് ഞാൻ സംവാദത്തിൽ തയ്യാറാണ്. ഇത് കൂടുതൽ ചർച്ചയില്ല. 2 കൂടി ഈ ബാക്കിയുള്ള കാര്യം കൊണ്ട് തയ്യാറാക്കാം. ഞങ്ങൾക്ക് പ്രഖ്യാപിച്ച 5 മൗലിദുകൾ 5 മൗലിദുകൾ 5 മൗലിദുകൾ 5 മൗലിദുകൾ അല്ല, അവിടെ ഉണ്ടാവില്ല. അത് അടക്കമുള്ള മൗലിദ് എന്ന് പറയുമ്പോൾ അവിടെ ഞങ്ങൾക്ക് നിബന്ധന വരികയാണ്, ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ. അല്ലാത്ത മൗലിദ് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ സുന്നി വിഭാഗം പറഞ്ഞ 5 വിഭാഗം മൗലിദ് ആ വിഷയത്തിൽ മാത്രം ആ മൗലിദ് 5 മൗലിദുകൾ ആസ്പദമാക്കി സമ്മാനാക്കാൻ തയ്യാറുണ്ടോ? മറ്റു മൗലിദുകൾ നടക്കുന്നതായി അവർ ഇതിൽപ്പെട്ടതല്ല. ഈ 5 മൗലിദുകൾ മാത്രം അതിന് സമ്മാനം തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. ഇവിടെ എന്താ ഇത് പറയാൻ കാരണം, ഇതിങ്ങനെ പറഞ്ഞു മുന്നോട്ട് പോവുക, ഇത് എവിടത്തേക്കും എത്തണം, ഇത് നടത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയാനാണ്. അല്ല, ഓരോ കാര്യത്തിലും പുറകോട്ട് പോവുകയാണ്. ഒരു പറഞ്ഞൊക്കെ ഞങ്ങൾ സന്ദേശം അതിന്റെ പുറകോട്ട് പോവുകയാണ്. അതാണ് ഇവിടെ നാളെ ചരിത്രം. നാളെ വന്നത് ഈ 5 എത്ര മണിക്കാരെന്ന് പറഞ്ഞത് 5 അല്ലേ? അതിന് പറഞ്ഞത് അത് മറ്റൊക്കെ സഹചാരിക്കൊണ്ടിരുന്നത് അതിന്റെ ആക്കാതെ കൊണ്ടിരുന്നത് അതടക്കമുള്ള എല്ലാ മൗലിദുകളും വിദ്യാർത്ഥികളും ഒരു സംഗതി കൂടെ, ഒരു സംഗതി ഉദ്യോഗത്തെ പോലുള്ള കണ്ടങ്ങളും പിന്നെ മൂപ്പർക്ക് സംഗതി ഓർമ്മയുണ്ട്. അപ്പൊ എന്തായി ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം? ഇതാണ് സംഗതി. ആദ്യം ഐക്യവേദിയുടെ പ്രവർത്തകർ കൊണ്ടുവന്നിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. വലിയ മൗലിദിന്റെ എവിടെ വന്നു? ഞങ്ങൾ അവർ വിശദീകരിച്ചെടുത്തു. ഇത് ഒരുപാട് മൗലിദുണ്ട്, അതെല്ലാം കൂടി ഒറ്റ സദസ്സിൽ ചർച്ച ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അതിന്റെ എല്ലാം ഓടുന്ന ഒരു 5 മൗലിദ് എടുക്കുക. അതാണ് മങ്കൂസ് മൗലിദ്, അതാ സർറഫല്ലന മൗലിദ്. ഞങ്ങൾ ആൺകുട്ടികളെ പോലെയല്ലേ പറഞ്ഞത്? ഞങ്ങളോടുന്നതാണ് മങ്കൂസ്, ഞങ്ങളോടുന്നതാണ് സർറഫല്ലന, ഞങ്ങളോടുന്നതാണ് ബദർ മൗലിദ്, ഞങ്ങളോടുന്നതാണ് മുഹ്യിദ്ദീൻ മൗലിദ്, ഞങ്ങളോടുന്നതാണ് റിഫാഈ മൗലിദ്. ഞങ്ങൾ റെഡിയാണ്. 1000 കുതിരശക്തിയോടെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഐക്യവേദി പ്രവർത്തകർക്കും മനസ്സിലായി അതാണ് യോജിപ്പ്. ഉടനെ സിദ്ദീഖ് സാഹിബ് ഈ 5 എണ്ണത്തിന്റെ പേര് സഖാഫി ഉസ്താദിനെ കൊണ്ട് പറയിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇതിന് മാത്രം നമുക്കൊരു സംവാദം നടത്തിക്കൂടെ? എന്താ അവരോട് പറഞ്ഞത്? അതടക്കം എല്ലാം അപ്പോൾ ഇതിനെല്ലാമായി. പിന്നെയും ഉണ്ടായിട്ടില്ല. മറ്റാൾ സംഗതിയിലേക്ക് പോയി. എന്നിട്ട് ഇതെല്ലാം ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ട് പറയുന്ന ആകെ ഒരു മൗലീദ് കിതാബ് കാണിച്ച കഥ, അത് മാത്രം അതിന്റെ ബാക്കി കാണിക്കാനോ അങ്ങനെ വന്നത്. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, നുണ പറഞ്ഞാൽ പോരാ, അത് സ്ഥാപിക്കാൻ പഠിക്കണം. ഞാൻ പറയുന്നില്ല ശരിയല്ല പറഞ്ഞോളൂ. നുണ പറയാൻ പഠിച്ചാൽ പോരണോ, സ്ഥാപിക്കാൻ കൂടി പഠിക്കണം. അതാ നേതാവിന്റെ ഉപദേശം. ഐക്യവേദിക്കാരോട് ഞങ്ങൾ പറയാണ്, നിങ്ങൾ വളരെ ഭാഗ്യമുള്ളവരാണ്. അങ്ങനെ ഒരു ചർച്ച ഇവിടെ നടത്താൻ കേരളത്തിൽ ആർക്കും ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറയുന്നു, ഇവിടെ കൊണ്ടുവന്ന് മൗലിദ് എന്ന് പറഞ്ഞാൽ മതിയോ? എന്റെ സാധാരണക്കാരോട് ഞാൻ പറയുന്നു, സബീലയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലിദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യുക. അത്രയും നിങ്ങൾ പറഞ്ഞു. അതിപ്പോഴും പറയുന്നു, നിങ്ങൾ കൊണ്ടുവന്നോട് ഏത് സബീലിൽ ആദ്യം ഈ 5 മൗലിദ് ചർച്ച ചെയ്യണം.
റെഡിയാണ്. ആ ഒരു വ്യവസ്ഥന്റെ ആവശ്യം വേണമെങ്കിൽ നിങ്ങൾ മുതിർന്നതെന്ന് ഈ സദസ്സിലേക്ക് കൊണ്ടുവരൂ. ചർച്ച ചെയ്യാനായിട്ട് മംഗീസ് വേണ്ടത് അതല്ലേ ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഉസ്താദുമാരായിരുന്നല്ല, സാധാരണക്കാരായ പ്രവർത്തകർ മതി. എന്തുകൊണ്ട് വഹാബി സമ്പൂജ്യമാണ് നമ്മൾ ഒരു കാര്യം കൊണ്ടല്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് കുളൂസരിക്കുക. എന്ത് ഇതാ മങ്കൂസ് മൗലിദ് അത് ശരിയില്ല, ഇത് അംഗീകരിക്കില്ലാന്ന് പറഞ്ഞിരിക്കുന്നു. അതല്ല പറഞ്ഞത്. ആദ്യം 5 ചർച്ച ചെയ്യട്ടെ. അടുത്ത മാസം അടുത്ത 5, പിറ്റത്തെ മാസം പിറ്റത്തെ 5, അങ്ങനെ പോകട്ടെ. എന്ത് നമ്മളിവിടെണ്ടല്ലോ. ഈശാല്ലെങ്കിൽ നമ്മളില്ലെങ്കിൽ അള്ളാഹുവിനെ സംരക്ഷിക്കാൻ ആളുകൾ ഉണ്ടാകും. അത് അള്ള ഏറ്റെടുത്തതാ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. ഒരു കാര്യം എന്റെ സാധാരണക്കാരോട് പറയുന്നു, ഈ മങ്കൂസ് മൗലിദായാലും ഏത് മൗലിദായാലും മുജാഹിദുകൾ ചെയ്യുന്ന എന്താണെന്നറിയോ? മഞ്ഞ കണ്ണട വെച്ച് നോക്കിയിട്ടാണ്. ഏതുപോലെയാണ് ഇവർ മൗലിദ് നോക്കുന്നവർക്കൊക്കെ തെറ്റി. അനാവശ്യമായവരെ ചിന്തിക്കൊള്ളു. മാറിയും തെറ്റാണ്. അത് ഏതുപോലെ നിങ്ങൾക്ക് യുക്തിവാദി ഖുർആൻ നോക്കിയതുപോലെ ഉണ്ടാവും. യുക്തിവാദി ഖുർആൻ നോക്കിയാൽ ഖുർആൻ മുഴുവൻ തെറ്റാനാ മുമ്പ് പറയുക. കാരണം എന്താ? ആ രൂപത്തിലുള്ള നോട്ടാണ്. രണ്ടും വൈരുദ്ധ്യാണ്. എങ്ങനെ വൈരുദ്ധ്യോ? ഒരു സ്ഥലത്ത് അള്ള പറയുന്നു, നബിയേ, അന്ന് ഉദ്ദേശിച്ചവരെ ഇഷ്ടപ്പെട്ടവരെ സന്മാർഗത്തിലാക്കാൻ കഴിയില്ല. വേറെ സ്ഥലത്ത് പറയുന്നു, നിങ്ങൾ ജനങ്ങളെ സന്മാർഗത്തിലാക്കും. ആക്കൂല. വൈരുദ്ധ്യം. യുക്തിവാദി പറയും. പക്ഷെ ഖുർആൻ വിശദീകരിക്കേണ്ടത് ഖുർആന്റെ ആളുകളാ. അപ്പൊ ഖുർആന്റെ ആളുകളായി നമ്മൾ പറയും അത് എതിരല്ല. കാരണം എന്തുകൊണ്ട്? അതിന്റെ അർത്ഥം രണ്ടും രണ്ടാണ്. നബിയെ നിങ്ങൾ സന്മാർഗത്തിലാക്കെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സന്മാർഗത്തിന്റെ വഴിയാണ് കൊടുക്കുമെന്നാണ്. ആ ഖുർആൻ പറഞ്ഞാലോ ആ സന്മാർഗത്തിലേക്ക് ചേർക്കുക എന്ന പണി അല്ലാഹുവിന്റേതാണ്. അതിനൊന്നും കഴിയില്ല എന്നാണ്. ഇതുപോലെയാണ് ഇവർ മങ്കൂസിനോട് ഒട്ടി തെറ്റാണ്. മുമ്പ് ഫദ്ൽ അബ്ദുൽ ഖാദിർ മുസ്ലിയാരും ഒരു മൗലവിയും തമ്മിൽ വാദപ്രതിവാദം മുഹിയത്തീന്മാരാണ്. അവസാനം ഫദ്ൽ അബ്ദുൽ ഖാദിർ മൗലവി ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ, ബഹുമാനപ്പെട്ട ഫദ്ൽ ഉസ്താദ് മുഹിയത്തീന്മാരെ ഓരോരും വിശദീകരിച്ചപ്പോൾ മൗലവി പറഞ്ഞു, മുസ്ലിയാരി പറഞ്ഞതുപോലെയാണെങ്കിൽ മൗലിദിൽ മാരയിൽ തെറ്റൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് മൗലവി പറഞ്ഞുണ്ടാക്കിയാണ് തെറ്റും. അതുകൊണ്ടാണ് മുമ്പൊരാളി ആകാശത്തും ഭൂമിക്കും അവരെ കോടി നീളം അത്തീരെയുള്ളവർ. ന്റെ കൊടി ആകാശത്തിന്റെ മുകളിലും ഭൂമിക്ക് താഴെയുണ്ട്. അവർ മൗലം ചിന്തിച്ച് അത് തെറ്റാനുള്ള തീരെ വിടുന്ന വിദ്യാൻ നോക്ക്. നിങ്ങൾ അയാളെ സംശയപ്പെടാം, അതിന്റെ ആശയപ്പെടാം. അതാണോ അത്? അപ്പൊ 18 മറുപടി പറഞ്ഞു, അല്ലാഹുവിന്റെ ഖുർആനുണ്ട്, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ. എല്ലാവരും ആദം മുതലുള്ള എല്ലാ ജനങ്ങളും ഖിയാമത്ത് നാൾ വരെ ഒറ്റ കയറിനെ മുറുകെ പിടിക്കണം. ആ കയറ് വാങ്ങാൻ കിട്ടുന്ന കടയുടെ അപ്പുറത്തെ കടയിൽ ഈ സീരയും കിട്ടുന്ന മറുപടി. അതൊരു ആലങ്കാരിക പ്രയോഗമല്ലേ? ഇത് പഠിച്ചിട്ടില്ലല്ലോ. എന്ത് ചെയ്യാനാ? ഏത് ജയിച്ചത് റമദാൻ എന്ന് പറഞ്ഞ ടീമിനുണ്ടോ ഇതൊക്കെ അറിവ്? സാഹിത്യ സമ്പുഷ്ടതയുള്ള ഇമാമികൾ സംസാരിക്കാൻ ഇവരെങ്ങനെ അർത്ഥം വെച്ചാൽ എങ്ങനെ ഉണ്ടാകും? ജയ്ത് സിംഹവാണി എന്ന് പറയുമ്പോ ഇവർ മനസ്സിലാക്കും, എന്നാ പിന്നെ നല്ലൊരു പാടി ഉണ്ടാവും. സാഹിത്യം തിരിയില്ലല്ലോ. നല്ല MBBS പാസ്സായ ഡോക്ടർ കുറിച്ചു കൊടുത്ത മരുന്നിന്റെ ചീട്ടി അത് വായിക്കാൻ സ്കൂളിൽ പോവാത്ത കുട്ടിക്ക് കഴിയില്ല. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇതാണ് അവസ്ഥ. നോക്ക് നിങ്ങൾ, മങ്കൂസ് ആ വാക്ക് തന്നെ ഇവർ മാറ്റിമറിക്കാണ്. നിങ്ങൾ ചെറുക്കിയാസലായി ഒരു കളി കളിക്കുന്നുണ്ട്. ആ വാക്കന്നെ വിചാരിക്കും മങ്കാഴ്ച കൂട്ടാൻ, അല്ലാതെ അറബി വാക്ക ചുരുക്കപ്പെട്ടതിന് അർത്ഥം. വാസ്തവത്തിലൊരു മങ്കൂസാണ്, പാസിന് പകരം ശേഷാണ്. കാരണം അതിന് ബിംബം തലവിട്ടുകൊണ്ടൊരു കഥ പറയുന്നുണ്ട്. മക്രൂപം റസൂൽ മരിക്കാൻ വന്നപ്പോ ബിംബങ്ങൾ വന്നത് കുഞ്ഞുഹാമങ്കൂസത്വം ദുനിയാവിലുള്ള മുഴുവൻ ബിംബങ്ങളും തലവിട്ടു വീടുകയാണ്. അപ്പൊ മക്കത്തിന്റെ ബിംബം തലവിട്ടു വീടത്തെ ഇന്നാരോട്ട് നെലീകരിച്ച് നേരെ വെച്ചു നെറ്റിന്റെ വെക്കണം, പിന്നും വീഴും, പിന്നും നിർത്തും മങ്കൂസ് അത് തലവിട്ടു വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മങ്കൂസിന് പേരിട്ട്
പക്ഷെ പേര് മോശാന് ഏതൊരു ബിരുദന് തോന്നി തലവിന്റെ മൗലൂദ് ആയിപ്പോയതോ അതൊന്നും ശോകം മാറ്റി ഒരു ചെറിയ കൈക്രിയ നടത്തി കാമാക്കി. അപ്പൊ ചുരുക്കപ്പെട്ടത് വിശാലമാരല്ല ചെറിയ മൗലൂദാണ് എന്ന് വിട്ടിരിക്കുന്നത്. അങ്ങനെയാണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ കൂസല്ല മങ്കൂസ് ഉണ്ടായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളും. കണ്ടു നിങ്ങള് ഇതാ പഠിക്കും. മങ്കൂസിന് നമ്മൾ സാധാരണ പറയുന്ന ഒന്നുകാഫും ചുരുക്കപ്പെട്ട മൗലിദ് എന്ന അർത്ഥത്തിൽ ദൈനദീൻ മഹദൂമ ഉണ്ടാക്കിയ മൗലിദിനെയാണ് പറയുന്നത്. മൂപ്പത്തതുണ്ടാക്കണം, കേസായി കിട്ടണം, അതിനുള്ള പണിയെടുക്കണം. എന്തൊരു അപകടം പിടിച്ച പണി. അതുകൊണ്ട് ഇയാൾ സക്കരിയ സലാഹിയല്ല, ഇയാൾക്ക് നമുക്ക് സക്കരിയ ഫസാദി എന്ന പേര് കൊടുക്കാം. അത് കൊടുക്കാൻ മൂപ്പര സുഹൃത്ത് അരിമതനെ നമുക്ക് ക്ഷണിക്കും ചെയ്യാം. മൂപ്പരെന്നവർക്ക് പറ്റിയിട്ടുള്ളത് സലാഹിയായിരുന്നു പണ്ട്, പക്ഷെ ഇപ്പോൾ ഫസാദിയായിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഡോക്ടറായപ്പോഴേക്കും കെ കെ സക്കരിയ ഫലാഹി എന്ന സ്ഥാനത്ത് നിന്ന് പോയിട്ട് കുഴപ്പക്കാരനായിരിക്കുന്നു. പണ്ട് പറഞ്ഞതെന്ത്, ഇപ്പോൾ പറയുന്നതെന്ത്, ഇനി പറയാനിരിക്കുന്നതെന്ത് എന്ന ബോധമില്ലാതെയാണ് അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ന ഉപമ കൃത്യമായി കെ കെ സക്കരിയക്കും സംഘത്തിനും യോജിച്ചതാണ്. കാരണം അവർ തിർക്കിൽ മുഖം കുത്തി വീണു എന്നതുകൊണ്ട് തന്നെ വാമൊഴിയും വരമൊഴിയായും അവർ ആ കാര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് പ്രചരിച്ചിരുന്നു. അപ്പൊ അതാ പറഞ്ഞു ആ പേരൊന്ന് ഉപയോഗിച്ചു. പിന്നെ ചുരുക്കിന് മുഖം കുത്തി വീണെന്നാ പറഞ്ഞത്. അപ്പുറത്തെ ഗ്രൂപ്പ് പറയാനും വടവൂരികൾ പറയാനും ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് മങ്കൂസ് മൗലിദായാലും സിദ്ദീഖ് മൗലിദായാലും ഒക്കെയും നമുക്ക് അതിൻ്റെതായ വിശദീകരണങ്ങൾ ഉണ്ട്. ഇത് പിന്നെ ഇവിടെ വലിയ ഒരു കോളാക്കി പറഞ്ഞ സിദ്ദീഖ് മൗലിദാണ്. സിദ്ദീഖ് മൗലിദ് സുന്നികൾക്ക് അംഗീകരിക്കുന്ന മൗലിദ് ഉണ്ട്, ഇല്ലാത്തുണ്ട്. നിങ്ങൾ ഞങ്ങളെ ചെറിയ സദീനെടുത്ത് നോക്കുക, ഒരു സിദ്ദീഖ് മൗലിദുണ്ട്. നിങ്ങൾ പറഞ്ഞ സംഭവങ്ങളൊന്നും അതിലില്ല. അതേ സമയത്ത് വലിയ ചില സദീനുകളുണ്ട്, ഞങ്ങളെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ട് മൂപ്പർ പറയാണ് ഇത് ഒരിക്കലും വിശദീകരിക്കാൻ സുന്നികൾക്ക് കഴിയില്ല. കാരണം അറിവ് സപ്പാത്തിക്ക് അതിലൊരു നയമാണ്, പേരോടിന് വേറെ നയമാണ്, കാന്തപുരത്തിന് വേറെ നയമാണ്, നെല്ലിപ്പു സിസ്റ്റാവിന് വേറെ നയമാണ്. ഒരു നയമില്ലെന്ന് തിരിയാത്തോണ്ടാണ്. നിങ്ങൾക്ക് തിരിയാത്തതുകൊണ്ടാണ് ആ പ്രശ്നം. ഞാൻ ഒറ്റ കാര്യം ചെയ്യാം. ഈ അടുത്ത് ബാംഗ്ലൂരിലൊരു മുഖാമുഖം നടന്നു. അടുത്ത് 2 ആഴ്ച മുമ്പ് നമ്മളെ വല്ലപ്പുഴ വ്യവസ്ഥയുടെ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മുഖാമുഖം. ആ മുഖാമുഖത്തിൽ മുജാഹിദുകൾ തന്നെ നേരിട്ട് വന്ന് ചോദിച്ചു. ഇതാവിന്റെ കേസത്ത് ഇറങ്ങുമ്പോൾ നിങ്ങൾ വാങ്ങണം, വളരെ പ്രസക്തമായ ഭാഗങ്ങൾ അതിലുണ്ട്. അതിൽ മുജാഹിദുകൾ ഒരു സുഹൃത്തിനെ കൊണ്ട് സിദ്ദീഖ് മൗലിദിനെ കുറിച്ച് ചോദിപ്പിക്കുന്നു. അതിന് നമ്മൾ മറുപടിയും പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. അതിൽ ഇതും പറയുന്നുണ്ട്, ഏത് എല്ലാ മൗലിദ് കിതാബും അച്ചടിച്ചു വിടുന്നൊക്കെ നിങ്ങൾ അംഗീകരിക്കുകയാണ് അവിടെയും പറയുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മൗലിദിൽ ഒരു പെണ്ണുങ്ങൾക്ക് സ്വപ്നം കാണുന്നു. ഈത്തപ്പഴം മരം പൊളിഞ്ഞതിനതായിട്ട് സ്വപ്നം കാണുന്നു. ഈ പെണ്ണുങ്ങൾ വിശദീകരിക്കേണ്ടതില്ലല്ലോ ഇൻഷാ അല്ലാഹ്. ഈ പെണ്ണുങ്ങൾ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പോകുന്നു, സംഭവം പറയുന്നു, സ്വപ്നം കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇതിന്റെ വ്യാഖ്യാനം എന്താണ്? അപ്പോൾ അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിന്റെ ഭർത്താവ് എവിടെ? അപ്പോൾ പെണ്ണുങ്ങൾ പറയുന്നു, എന്റെ ഭർത്താവ് യാത്രയിലാണ്, ബിസിനസ്സിനായിട്ട് പോയിരിക്കുന്നു. അപ്പോൾ റസൂലുള്ള പറയുന്നു, നിന്റെ ഭർത്താവ് ഇനി അന്ത്യദിനം വരെ നിന്റെ അടുത്ത് ബന്ധപ്പെടൂല, നിന്റെ കണ്ടുമുട്ടൂല. എന്നിട്ട് പെണ്ണുങ്ങൾ പൊട്ടിക്കറിഞ്ഞിട്ട് പോവുക. വഴിമധ്യേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുന്നു. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണ് കറിയുന്നത് സംഭവം ചോദിച്ചാൽ സ്വപ്നം കണ്ട ആ സ്വപ്നം പറയുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആ പെണ്ണുങ്ങൾ പറയുന്നില്ല, ഞാൻ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയിട്ട് മീറ്റായത് പറയുന്നില്ല. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാത്തതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനം പറയുന്നു, നിന്റെ ഭർത്താവ് എവിടെയെന്ന് ചോദിക്കുന്നു. എന്നിട്ട് ആ പെണ്ണുങ്ങൾ പറയുന്നു, എന്റെ ഭർത്താവ് യാത്രയിലാണ്. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിന്റെ ഭർത്താവ് അതാ ഈവനിങ് ഈവനിങ് മുമ്പ് നിന്റെ ഭർത്താവ് നിന്റെ പുറയിൽ കണ്ടുമുട്ടുക എന്ന് പറയും. അപ്പോൾ പെണ്ണുങ്ങൾ വീട്ടിൽ പോയി നോക്കുമ്പോൾ ഭർത്താവ് ഈവനിങ് വന്നെത്തിയിരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടെ നിങ്ങൾ മൗലൂദിൽ ഇൻസൾട്ട് ആക്കിയതല്ലേ എന്റെ ചോദ്യം. എന്നിട്ട് നിങ്ങൾ മൗലൂദ് പറഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മൗലൂദിൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പുകഴ്ത്ത, ഉമർ റളിയല്ലാഹുവിന്റെ മൗലൂദിൽ ഉമർ റളിയല്ലാഹുവിന്റെ പുകഴ്ത്ത. അങ്ങനെ ഒരാളെ ഇൻസൾട്ട് ആക്കിയിട്ട് റസൂലുള്ളാഹിനെ ഇൻസൾട്ട് ആക്കിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പുകഴ്ത്ത ഉണ്ടാവല്ലോ. ഇതാണ് ചോദ്യം. അതിന് 2 മറുപടിയാണ് പറയാനുള്ളത്. ആദ്യത്തെ മറുപടി, നിങ്ങൾ
ഏതെങ്കിലും മൗലിദിൽ എവിടെയെങ്കിലും കാണുന്ന സംഭവങ്ങളൊക്കെ അഹ്ലുസുന്നത്തുൽ ജമാഅ അംഗീകരിക്കണം എന്നില്ല. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകളിൽ പറയപ്പെടുന്ന സംഭവങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് മറുപടി പറയേണ്ടതുള്ളൂ. ആരെങ്കിലും മൗലിദ് എന്ന പേരിൽ ഒരു പുസ്തകത്തിൽ അച്ചടിച്ചു വിട്ടതിനൊക്കെ മറുപടി പറയേണ്ട യാതൊരു കാര്യവും ഞങ്ങൾക്കില്ല എന്നാണ് ഒന്നാമതായിട്ടുള്ള മറുപടി. ഇനി കൊടുക്കുക സുഹൃത്തിന് എന്താ പറയാനുള്ളത് നോക്കാം. എന്റെ ചോദ്യം, ഇപ്പോ ഉസ്താദ് പറഞ്ഞത് ആരെങ്കിലും എഴുതി വിട്ടത് കൊണ്ട് ചോദിക്കേണ്ടതില്ല. തീർച്ചയായും. എന്നാല് ഇപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ പല സുഹൃത്തുക്കൾക്കും അറിയാത്തത് കൊണ്ട് മൗലൂദല്ല, എന്തായാലും ഞങ്ങളും ഓതുന്നത് ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അങ്ങനത്തെ ആ റസൂല് സുഹൃത്തിന് അറിയില്ല, അത് അറബിയിലുള്ളത് കൊണ്ട് അറിയില്ല. തീർച്ചയായിട്ടും മലയാളത്തിൽ ഉണ്ടായത് കൊണ്ട് മൗലൂദ് ഉണ്ടായത് കൊണ്ട് ഒരാളും ആ മൗലൂദ് ഓതുകയില്ല. ഉസ്താദ് തന്നെ പറഞ്ഞ് സമ്മതിച്ചു. ഇല്ല, ഞാൻ രണ്ട് മറുപടി ഉള്ളതിൽ ഒരു മറുപടി ഞാൻ പറഞ്ഞത് ആരെങ്കിലും എഴുതി വിട്ടത് കൊണ്ട് ഓതേണ്ടതില്ലാണ് ഉസ്താദ് പറഞ്ഞത്. നമ്മൾ അംഗീകരിക്കുന്നത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ. പാവപ്പെട്ട ഇവിടെ നിൽക്കുന്ന 90%, 90% ആൾക്കാർ അറബി അറിയില്ല. പക്ഷേ അറബി അറിയുന്ന ഒരാളെ അവർ ഖതീബായിട്ടോ ഇമാമായിട്ടോ നിർത്തിയിരിക്കും. മൗലൂദ് ഖതീബായിട്ട് ഇമാമായിട്ട് നിർത്തിയ ആൾക്ക് മാത്രമല്ല ഓതേണ്ടതുള്ളത്. അതിന് നേതൃത്വം നൽകൽ അവരാണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെ കഴിവുള്ള പണ്ഡിതന്മാരെ തന്നെ മഹല്ലിൽ നിർത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. എന്തുകൊണ്ട് ആ മൗലൂദിനെ നിങ്ങൾ തള്ളാത്തത്? നിന്നിട്ട് സിദ്ദീഖ് മൗലൂദിനെ എന്തുകൊണ്ട് നിങ്ങൾ തള്ളാത്തത്? അവിടെ നിങ്ങൾ സിദ്ദീഖ് മൗലൂദ് എല്ലാ സിദ്ദീഖ് മൗലൂദും അതില്ല, അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. അത് വളരെ ചുരുങ്ങിയ ചില മൗലിദുകളിൽ മാത്രമാണുള്ളത്. ഞങ്ങൾ സാധാരണ ഓതുന്ന ശരീരം നിങ്ങളെടുത്ത് നോക്കി, അത് നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. പിന്നെ വേറൊന്നും പറയാം, മുജാഹിദുകളാണ് ഏറ്റവും കൂടുതൽ മൗലിദുകൾ അച്ചടിച്ചു വിട്ട് കാശാക്കുന്നത്. തിരുവരങ്ങാടി പ്രസും അതുപോലെ പല പ്രസും നടത്തുന്നത് മുജാഹിദുകളാണ്. അവരാണ് ചുരുക്കി വിട്ട് കാശാക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും തെറ്റുകൾ ഉണ്ടാവാം. അത് മുജാഹിദുകളാണ്. ഇത് ഇനിയെല്ലാം പറയാനുണ്ടോ? ഉണ്ടോ? കൊടുക്കും. ആ സുഹൃത്തിന് തന്നെ കൊടുക്കും. പിന്നെ റഷീദ് സഖാഫി ഇരിക്കട്ടെ. മുജാഹിദ് അല്ലാലോ, സുന്നിയാണ്. ഓക്കെ. എന്തുകൊണ്ട് റഷീദ് സഖാഫി ഇത് ശരിയാണ്? പിന്നെ ശരിക്ക് ചോദിച്ചു വരണ്ടേ? മനസ്സിലായി. നിങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പൊ തിരിഞ്ഞു നിങ്ങൾ ആ മൈക്ക് കൊടുത്ത് ഞാൻ പറയാൻ ഇല്ല. ഞാൻ ഉസ്താദിനെ മുട്ടിക്കാൻ വേണ്ടി ചോദിക്കുന്നത്. മനസ്സിലായി. സത്യം പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കുന്നത്. അല്ലാഹു അക്ബർ. സത്യം തൗഹീദിനോട് കൂടെ ഷഹാദത്ത് കലിമയോട് ഞാനും അല്ല, എല്ലാവരും ഷഹാദത്ത് കലിമയോട് തന്നെ മരിക്കണം. അതുകൊണ്ട് ചോദിക്കുന്നതാണ്, എന്തുകൊണ്ട് ആ സഖാഫി പറഞ്ഞത് ഇത് ശരിയാണ്, എന്തുകൊണ്ട് പേരോട് ഉസ്താദ് തള്ളിയത്? അതാണ് ആ ചോദ്യത്തിന്റെ തുടക്കം കേട്ടപ്പോഴേ സംഗതി എനിക്ക് തിരിഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ തന്നെയാണ് ഞാൻ അതിന് രണ്ട് മറുപടി ഉണ്ട് എന്ന് പറഞ്ഞത്. ഇത് കേരളത്തിൽ സ്ഥിരമായി കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് മുജാഹിദുകൾ പറയാറുള്ള ഒരു വൻ തട്ടിപ്പ് അൽഹംദുലില്ലാ നിങ്ങളെ ചോദ്യം കൊണ്ട് തെളിയാൻ പോകുന്നു. എന്റെ സുഹൃത്ത് മനസ്സിലാക്കണം, രണ്ട് മറുപടിയാണ് അവിടെ പറയുന്നത്. ഒന്ന് പറയുന്നത് എല്ലാ മൗലൂദുകളിലുള്ളതും ഞങ്ങൾ അംഗീകരിക്കണമെന്നില്ല, ഞങ്ങൾ അംഗീകരിച്ച മൗലൂദിലുണ്ടെങ്കിലേ പറയേണ്ടതുള്ളൂ. അതാണ് പേരോട് ഉസ്താദ് ആദ്യം പറഞ്ഞ മറുപടി. ഒരു രണ്ടാമത്തെ മറുപടി, നിങ്ങളാ പറഞ്ഞ സംഭവം ആ കിതാബിലുണ്ട് എന്ന് ഞങ്ങൾ അംഗീകരിച്ചാൽ തന്നെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉയർത്തി നബി തങ്ങളെ ഇൻസൽട്ടാക്കി എന്ന പ്രശ്നം അവിടെ വരുന്നേ ഇല്ല. അത് പച്ചക്കള്ളമാണ്. അതാണ് കുറ്റ്യാടി റഷീദ് സഖാഫി പറഞ്ഞത്. ഒന്ന് തസ്ലീമിന്റെ മറുപടി എന്ന് പറയും. നിങ്ങൾ തന്നെ ഓതാറില്ലേ ഖുർആനിൽ ഇങ്ങനെ ഓതും, ഇൻ തദഊഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളെ ദുആഇ അവർ കേൾക്കുകയില്ല. പിന്നെ അവിടെ വേറൊന്ന്, വഇൻ സമഉ, ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ കേൾക്കൂല. ഞാൻ ആദ്യം പറഞ്ഞു, പിന്നെ പറയാൻ എന്ത് കേട്ടു എന്ന് നമ്മൾ സമ്മതിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയാറില്ലേ? എന്നതുപോലെ ഈ മൗലിദിനെ കുറിച്ച് പറഞ്ഞു, ലോകത്തുള്ള എല്ലാ മൗലിദും ഞങ്ങൾ അംഗീകരിക്കണമെന്നില്ല. ഇനി നിങ്ങൾ പറയുന്ന സംഭവം സിദ്ദീഖ് മൗലിദിലുണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് നിങ്ങൾക്ക് വേണ്ടി സമ്മതിച്ചാൽ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കള്ളമാണ് എന്ന് പറയുന്നവരൊറ്റ ബാധ്യതയുമില്ല. അതാണ് റഷീദ് സഖാഫി പറഞ്ഞത്. അത് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഖുർആനും കിതാബും പരിചയം വേണമെന്ന് മാത്രം. ഇനി നമുക്ക് ചർച്ച ചെയ്യാം. ഇനി നമ്മൾ ആ സംഭവം ചർച്ച ചെയ്തിട്ട് എവിടെയുള്ളൂ. നിങ്ങളൊരു പേരും പേടിക്കണ്ട. ഞാൻ ചോദിക്കുന്നു, ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സംഭവത്തിൽ കളവ് പറഞ്ഞു എന്ന് ആ സംഭവത്തിലുണ്ട് എന്ന് എന്റെ സുഹൃത്ത് പറഞ്ഞല്ലോ. ആ ഭാഗം നിങ്ങൾ ആ മൗലിദിൽ നിന്നൊന്ന് വായിച്ചു തന്നാൽ ഇൻഷാ അല്ലാഹ് മറുപടി പറയും. മൈക്കോടുക്ക് വായിക്കട്ടെ.
എൻ്റെ അടുത്ത് മൗലൂദ് കിതാബില്ല. ഇല്ല. അപ്പൊ ആരോ നിങ്ങളെ പറഞ്ഞു പറ്റിച്ചതാണ്? ഇല്ല, ഞാൻ പേരോട് സഖാഫി പേരോട് ഉസ്താദിന്റെയും റഫീൽ ഉസ്താദിന്റെയും CD നോക്കിയിട്ടാണ് ചോദിച്ചത്. ഞാൻ മറുപടി പറഞ്ഞാൽ നിങ്ങൾ അവിടെയോ ഒരു മിനിറ്റ്, അവിടെ ഞാൻ റസൂലുള്ള കളവ് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ല. റസൂലുള്ളാന്റെ പേരിൽ നിങ്ങൾ കള്ളം റേപ്പ് ചെയ്തതല്ലേ, കള്ളം എഴുതിയതല്ലേ? അല്ല, കള്ളം അതിലില്ല. രണ്ടും രണ്ടാണ്. ഞാൻ മറുപടി പറയുന്നു, കേട്ടോളൂ. ആ സംഭവം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അതിൽ അബൂബക്കർ സിദ്ദീഖ് സത്യം പറഞ്ഞു, റസൂലുള്ളാഹ് സത്യം പറഞ്ഞതല്ലോ. അതിന്റെ അർത്ഥത്തിൽ നിങ്ങൾ ഇപ്പൊ എത്തുപോയതാണ്. ആ ഭാഗത്ത് കണ്ടില്ല. എല്ലാവർക്കും ആലോചിക്കാം. ഞാൻ പറയുന്ന ആൻസർ എല്ലാവർക്കും ആലോചിക്കാം. സിദ്ദീഖ് പറഞ്ഞത് കൊണ്ട് ആ പെണ്ണുങ്ങൾ വീട്ടിലേക്ക് വന്നു. ഇല്ല. അപ്പൊ സിദ്ദീഖ് സത്യം പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നന്നായി കേട്ടിരിക്കുക നല്ല മനസ്സോടെ. ഞാനൊരു സ്വപ്നം കണ്ടു. നിങ്ങൾ ചിന്തിച്ചോളൂ. ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? എന്റെ ഉറക്കത്തിൽ ഞാൻ കണ്ട സ്വപ്നം ഒരു മരം വീണതായി ഞാൻ സ്വപ്നം കണ്ടു. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞാൻ ഉദാഹരണം പറയാം. അങ്ങനെ ഒരു സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന ഒരാളെ സമീപത്ത് എന്ന് ഞാൻ ചോദിച്ചു. ചോദ്യകർത്താവ് ശ്രദ്ധിക്കണം. ഞാൻ ചോദിച്ചു, എന്താണ് എന്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം? എന്താണ് എന്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം? അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളിൽ മരിക്കുമെന്നാണ് എന്ന് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്ന് ഫൈസൽ ഹസൻ എന്നോട് പറഞ്ഞു എന്ന് കരുതുക. അപ്പൊ ഫൈസൽ ഹസനോട് പറഞ്ഞത് എന്താണ് നന്നായി മനസ്സിലാക്കണം. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ്? എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരിക്കുന്നതാണ്. ഒരു മസലം എക്സാമ്പിൾ പറഞ്ഞതാണ്. അങ്ങനെ ഞാനിങ്ങനെ പോവാൻ, അപ്പോഴാണ് ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയ മഹാനെ ഞാൻ കാണുന്നത്. കണ്ടപ്പോ ുള്ള വസ്തുവിനെ പോലെ കമാഞ്ഞാങ്ങളെ കൽഭാഗം എന്നോവർ. ഞാൻ വളരെ വിഷമിച്ചിങ്ങനെ പോകുമ്പോ വേറൊരാൾ കണ്ടു. ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്. എന്റെ കൽബ് കണ്ടപ്പോഴേക്ക് അയാൾക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ പറയാണ്, ഇന്നലെ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, അപ്പറഞ്ഞൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിങ്ങളെ കുടുംബത്തിൽ നിന്ന് ആരും മരിക്കുകയില്ല എന്ന് അയാൾ പറഞ്ഞു. അയാൾ പറഞ്ഞ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമല്ല, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി എനിക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു സംഗതി പറഞ്ഞതാണ്. ഞാൻ കണ്ട സ്വപ്നം എന്താവണമെന്നില്ല. ഞാൻ കണ്ട സ്വപ്നമൊന്നും യാഥാർത്ഥ്യമാവണമെന്നില്ല. യാഥാർത്ഥ്യമാവാൻ ആവാതിരിക്കാം. ആവുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ വിഷമിച്ചിരുന്നത്. പക്ഷേ ഈ വലിയെന്ന് പറഞ്ഞു പോയി അതിനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ വലിയുടെ വാക്കുകൊണ്ട് ആ സംഭവം സംഭവിച്ചില്ല. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നീ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇതാണ്. ഇങ്ങനെ സംഭവിക്കുന്ന റസൂൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇതാണ്. പക്ഷെ ഈ പെണ്ണ് ഔലിയാക്കൽപ്പെട്ട ആളൊന്നല്ല. അതുകൊണ്ട് തന്നെ ഈ പെണ്ണ് കണ്ട സ്വപ്നം മുഴുവൻ നടക്കണമെന്നില്ല. അങ്ങനെ ആ പെണ്ണ് സിദ്ദീഖ് ഞങ്ങളെ എടുത്തു ചെന്നപ്പോ മനസ്സ് വായിച്ചു, സുബ്ഹാനല്ലാഹ്, ഈ പെണ്ണ് റസൂലുള്ളാഹിന്റെ അടുത്തുനിന്ന് വരികയാണ്. ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം കേട്ടപ്പോ വല്ലാതെ വിഷമിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ പറയുന്നത് സ്വപ്നത്തിന്റെ വ്യാഖ്യാനമല്ല, അപ്പോഴേ എതിരാവൂ. പിന്നെ പറയുന്നത് പേടിക്കണ്ട, എന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു, നിന്റെ ഭർത്താവ് വരും. അതിന്റെ അർത്ഥം എന്താ? നീ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ വ്യാഖ്യാനം തൽക്കാലം നടക്കുന്നില്ല. ഈ സ്വപ്നം കണ്ടതിന്റെ എതിരാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, നീ പേടിക്കണ്ട, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അതന്നെ, റസൂൽ പറഞ്ഞ സത്യം തന്നെ. പക്ഷേ നീ ആ സ്വപ്നം നടക്കുന്നില്ല, അത് അല്ലാഹു നിനക്ക് നൽകിയൊരു അനുഗ്രഹമാണ്, മടങ്ങിപ്പോയിക്കോ. രണ്ടും ശരിയാണ്. നബി തങ്ങൾ പറഞ്ഞ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം, സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത് ഇനി ആ പെണ്ണിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അത് നടക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അവർ റസൂലും സിദ്ദീഖ് തങ്ങളും എതിരായി എന്ന് സൂക്ഷ്മമായി പഠിക്കാത്തത് കൊണ്ട് മുജാഹിദുകൾക്ക് തെറ്റുപറ്റിയതാണ്. രണ്ടും ഒരു എതിരുമില്ല. അത് ആ സംഭവം നോക്കുന്ന ഏതൊരാൾക്കും അത് വ്യക്തമായി മനസ്സിലാവും. എന്റെ സുഹൃത്ത്, അത് അങ്ങനെ തന്നെ പഠിക്കണം. വേറെ ഒന്നുകൂടി ഞാൻ പറയുന്നു, മൗലിദ് ഓതുന്നവരാണ് അത് വിശദീകരിക്കേണ്ടത്. ഓക്കെ, മൗലിദ് ഓതുന്ന നമ്മളാണ് വിശദീകരിക്കേണ്ടത്. അത്രയും വിശദീകരിച്ചിട്ട് ഞാനിത് ഇത്ര കാണിക്കാൻ കാരണം ഈ മൗലവി വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതുമ്പോ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ